ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നതിനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം 70 പ്രവൃത്തികൾ 11-ാം അധ്യായം 29-30 വാക്യം, കഴിഞ്ഞ ദിവസം 29-30 വാക്യങ്ങളാണ് 11-ാം അധ്യായത്തിൻ്റെ ധ്യാനിച്ചത്. അത് അന്ത്യോക്യ സഭ യെരുശലേം സഭയുടെ കഷ്ടതയിൽ അവർക്ക് ഭൗതിക സഹായം എത്തിച്ച് നൽകി എന്നും അന്ത്യോക്യ സഭയുടെ വളർച്ചയും പ്രവർത്തനങ്ങളെപ്പറ്റിയും ഞാൻ ധ്യാനിച്ചു. ഇന്ന് ഭാഗം 71 പ്രവൃത്തികൾ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായം 4 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് യാക്കോബ് കൊല്ലപ്പെടുന്നു, പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇത് 1-4 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് പത്രോസ് അത്ഭുതകരമായിട്ട് വിടുവിക്കപ്പെടുന്നു. അത് 5-19 വരെയുള്ള വാക്യങ്ങളാണ്. മൂന്നാമതായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പത്രോസ് വിശദീകരിക്കുന്നതായിട്ട് കാണാം, 12-19 വരെയുള്ള വാക്യങ്ങൾ. നാലാമതായിട്ട് ഹേരോദാവിന്റെ മരണത്തെപ്പറ്റി 20-24 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് യാക്കോബ് കൊല്ലപ്പെടുന്നു, പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇത് AD 44 സംഭവിച്ച കാര്യമാണ്. വാക്യം 1, അക്കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ബർന്നബാസും ശൗലും അന്ത്യോക്യയിലെ പുതിയ വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാജാവായിരുന്ന ഹെരോദ അഗ്രിപ്പ 1 അധികാര നിർവഹണത്തിന് യെരുശലേമിൽ വന്നെത്തുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്തതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 12-20 ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചപ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയായ അവർ ഏക മനസ്സോട് അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലൗത്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. യേശു ജനിച്ച കാലത്ത് ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിക്കാൻ കൽപ്പന കൊടുത്ത മഹാനായ ഹേരോദാവിന്റെ കൊച്ചുമകനായിരുന്നു ഈ ഹേരോദാവ്. അരിസ്റ്റോബെലോസിന്റെ മകനായിട്ട് BC 10 ഇയാൾ ജനിച്ചു. ബാല്യത്തിൽ തന്നെ റോമിൽ പോയി പഠിച്ചു. കലികുള ചക്രവർത്തിയായപ്പോൾ അയാളുടെ സഹായം മൂലം രാജപദവിയും ഫിലിപ്പോസിന്റെയും ലൂസാനിയോസിന്റെയും രാജ്യങ്ങളും പിന്നാലെ ഗലീലയും പിരിയായും ഇതിനോട് ചേർക്കുകയും അങ്ങനെ AD 41 മുതൽ മഹാനായ ഹെരോദാവ് ഒരിക്കൽ വാണദേശമെല്ലാം അധിപതിയായി ഇയാൾ വാഴുകയും ചെയ്തു. AD 44 ഇയാൾ മരിച്ചു എന്ന് തോമസ് വാൾക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 3-1 നാം വായിക്കുന്നു: ടിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പെന്തിയോസ് പിലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുരിത്രാക്കോനീത്തി ദേശത്തിലും ലൂസന്യാസ് അബിലേനായിലും ഇടപ്രഭുക്കന്മാരായും ഇരുന്നു. ഇയാൾ ഒരു കടുത്ത യഹൂദനായതുകൊണ്ടാണ് സഭയെ പീഡിപ്പിച്ചത്. പലസ്തീനിലെ അധികാരികൾ സഭയെ പീഡിപ്പിക്കുന്ന പ്രഥമ സന്ദർഭമാണിത്. ഇതിനു മുൻപ് യഹൂദന്മാരാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. വാക്യം 2 വായിക്കുന്നു, 12-2 വായിക്കുന്നു: യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. സെബദിയുടെ മകനായ യാക്കോബ് മത്തായിയുടെ ലേഖനത്തില് 4-ാം അധ്യായം 21-22 വാക്യത്തിലും മർക്കോസിന്റെ ലേഖനം സുവിശേഷം 1-19 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-21-22 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സെബദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുടെ വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-19 നാം വായിക്കുന്നു: അവിടെ നിന്ന് അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു.
ഇവൻ യോഹന്നാന്റെ ജ്യേഷ്ഠ സഹോദരൻ, 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ ആയിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരി ശലോമി ഇവന്റെ അമ്മയാകിയാൽ യേശുവിൻ്റെ ബന്ധു കൂടിയാണ് ഇവൻ. മത്തായി സുവിശേഷം 27:56 വായിക്കുന്നു, അവരിൽ മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബെദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. മർക്കോസ് സുവിശേഷം 1:19 നാം വായിക്കുന്നു, അവിടെ നിന്ന് അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബെദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നവർ. മർക്കോസ് സുവിശേഷം 15:40 നാം വായിക്കുന്നു, സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെ അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 19:25 വായിക്കുന്നു, യേശുവിനെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഗലീലക്കടലിൽ യോഹന്നാൻ, യാക്കോബ്, ശിമോൻ, അന്ത്രയോസ് എന്നിവരോടുകൂടെ മീൻപിടുത്തമായിരുന്നു മുഖ്യ തൊഴിൽ യാക്കോബിന്. ക്രിസ്തുവിന്റെ പ്രേക്ഷിത ശുശ്രൂഷ കാലത്ത് ഒരു സന്തത സഹചാരിയും മറ്റ് ശിഷ്യന്മാരെക്കാൾ യേശു അധികമായി സ്നേഹിച്ച 3 ശിഷ്യന്മാരിൽ ഒരുവനുമായി ഇരുന്നു ഈ യാക്കോബ്. ഈ യാക്കോബിന്റെ സാന്നിധ്യം പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ട് താഴെ പറയുന്ന വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. മർക്കോസ് സുവിശേഷം 5:37 നാം വായിക്കുന്നു, പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം 8:51 നാം വായിക്കുന്നു, വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്ത് വരുവാൻ സമ്മതിച്ചില്ല. രണ്ടാമതായിട്ട്, മറുരൂപമലയിലെ രൂപാന്തര സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് നാം മത്തായി സുവിശേഷം 17:1 വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. മർക്കോസ് സുവിശേഷം 9:2 നാം വായിക്കുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരം. അതുപോലെ ലൂക്കോസ് 9:28 വായിക്കുന്ന, ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. മൂന്നാമതായിട്ട് നാം കാണുന്നത് ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മത്തായി സുവിശേഷം 26:37 വായിക്കുന്നത്, പത്രോസിനെയും സെബെദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. മർക്കോസ് സുവിശേഷം 14:33 പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി എന്ന് വായിക്കും. ഈ സ്ഥലങ്ങളിലെല്ലാം യാക്കോബും മറ്റ് 2 ശിഷ്യന്മാരും മാത്രമേ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദിമ സഭയുടെ നേതൃത്വ നിരയിൽ യാക്കോബ് ഉണ്ടായിരുന്നെങ്കിലും ഹേരോദ അഗ്രിപ്പ രാജാവിനാൽ കൊല്ലപ്പെടുകയും സഭ വിപുലീകരണ ദൗത്യത്തിൽ പങ്കാളിത്തം ഇല്ലാതെ പോവുകയും ചെയ്തു. പ്രവൃത്തികൾ 12:2 പറയുന്നു, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നുവെന്ന്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ മരിക്കുന്നതിന് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 4:21 അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബെദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിൽ ഇരുന്ന് അപ്പനായ സെബെദിയുടെ വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. എന്നാൽ ഒരു ദൂതനെ അയച്ച് ദൈവം പത്രോസിനെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. യാക്കോബ് മരിക്കുവാനായിട്ട് ഒരുക്കിയപ്പോൾ പത്രോസിനെ അവിടുന്ന് വിടുവിക്കുന്നതായിട്ട് കാണാം. പ്രവൃത്തികളുടെ പുസ്തകം 12:3-17 വരെയുള്ള വാക്യങ്ങൾ അത് നാം വായിക്കുന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ടും ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവറുള്ള ഒരു 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഹേരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചാറെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായ 2 പടയാളികളുടെ നിലവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു.
അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ടു മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടു. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിന് ോടും സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട വേറൊരു സ്ഥലത്തേക്ക് പോയി. യാക്കോബ് മരിക്കണം എന്നും അതേസമയം പത്രോസ് മുൻപോട്ടുള്ള ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ജീവിക്കണമെന്നുമുള്ള ദൈവിക തീരുമാനം ഈ ദൈവത്തിൻ്റെ ജനത്തോടുള്ള നിഗൂഢ വഴിയാണ്. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്ന ബഹുമതി യാക്കോബിനുണ്ട്. അവൻ്റെ കർത്താവിനെ പോലെ അവനും മരിച്ചു. ദൈവഹിതമനുസരിച്ച് അവൻ മരിച്ചു. മർക്കോസ് ശേഷം 10:35-39 വരെ നാം വായിക്കുന്നു. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നു, എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. യാക്കോബിനെ പറ്റി ഈ വേദഭാഗത്ത് കർത്താവ് പറഞ്ഞതിൻ്റെ നിവൃത്തിയായിരുന്നു. മത്തായി സുവിശേഷം 20:20-23 വരെ അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്ത് വിരിപ്പാൻ അരുളണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് എന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുന്ന നിശ്ചയമെങ്കിലും എൻ്റെ വലത്തും ഇടത്തും വിരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഈ ഭാഗം നാം നോക്കുമ്പോൾ യാക്കോബിൻ്റെ മരണം ഒരു ആദ്യ സുവിശേഷ വേളയിൽ മരണപ്പെടുന്ന നമ്മൾ സ്തെഫാനോസിൻ്റെ ഒഴിച്ചു നോക്കുന്നു. ഇവിടെ ദൈവികമായ കാര്യങ്ങൾ പ്രവൃത്തിയിൽ ചെയ്യുമ്പോൾ കഷ്ടത അനുഭവിക്കാം, മരണമുണ്ടാകാം, മറ്റ് പലവിധമായ പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതൊക്കെ മുൻകണ്ട് അറിഞ്ഞു വേണം സുവിശേഷ വേലയ്ക്ക് വ്യാപൃതരായിത്തീരും. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരവസ്ഥ വളരെ അപൂർവമാണ്. പണ്ട് കാലത്ത് വളരെ യാതനകൾ അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. ഇന്ന് സ്റ്റേജുകളിൽ നിന്ന് സുവിശേഷം അറിയിക്കുക, അത് കഴിഞ്ഞ് അവരുടേതായ നിലയിൽ അവർ കടന്നു പോകുന്നു. അതിൻ്റെ വിശേഷത നാം മനസ്സിലാക്കുന്നത്. കാരണം പണ്ട് കാലത്ത് അവർ സുവിശേഷ വേല നടത്തിയിരുന്നപ്പോൾ വീണ്ടും വീണ്ടും
അവരെവിടെയെല്ലാം സുവിശേഷം അറിയിച്ചു അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. അവരുടെ വിശ്വാസത്തെ അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി. അവിടെ അവർക്ക് യാതനകൾ ഉണ്ടായിരുന്നു, കഷ്ടത ഉണ്ടായിരുന്നു, മരണത്തെ മുൻകണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇന്നതല്ല. ഇന്ന് എത്ര ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് ആരും ചിന്തിക്കുന്നില്ല. പലരും പറയും ഞാൻ ഇത്ര പേരെ നേടിയെന്ന്. ആ കണക്ക് അത് ശരിയായിട്ടുള്ള കണക്കല്ല. ആത്മാവ് അറിയുന്നു ഒരാത്മാവിൻ്റെ തിരിച്ചുവരവുണ്ടായോ, മാനസാന്തരപ്പെട്ടോ എന്ന്. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെ അവൻ പ്രവർത്തിക്കും, പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കരങ്ങളാണ് അവിടെ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്. അതായിട്ടുണ്ടോ എന്നറിയണം. ഇന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. നിനക്കിന്നത് കിട്ടും, ഇന്നത് കിട്ടുമെന്ന്. പക്ഷേ ദൈവവചനം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല ഭൗതിക നന്മകൾ നാം പ്രാപിക്കുന്നു. ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആത്മാവിൻ്റെ രക്ഷ, നിത്യരക്ഷ, നിത്യജീവൻ അത് നീ പ്രാപിക്കും. എപ്പോൾ നീ രൂപാന്തരപ്പെട്ട് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവഹിതത്തിന് അനുരൂപമായിട്ട് അനുസരണയോടെ നിന്റെ ജീവിതം നയിക്കുന്നു. അത് ഈ ലോകത്തിൽ പ്രാപിക്കുന്നതല്ല. ഈ ലോകത്തിൽ നിനക്ക് കിട്ടും, സമാധാനം കിട്ടും, നീതിബോധമുണ്ടാകും, കരുണയുണ്ടാകും, വിശ്വസ്തതയിൽ നിലനിൽപ്പാൻ നിനക്ക് സാധിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിപ്പാൻ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഇതൊക്കെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചറിയുന്ന സന്തോഷമാണ്. ഇന്ന് ഒരാൾ പറയുണ്ടായി ദുഷ്ടന്മാർ ആനന്ദിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നതാണ്. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. ഒരു ദുഷ്ടന്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകില്ല. അവന് ഭൗതികമായ സമ്പത്തുണ്ടാകാം, മറ്റുള്ളവരെ ഹനിച്ചും പ്രയാസപ്പെടുത്തിയും നേടിയ സമ്പത്തുണ്ടാകാം. പക്ഷേ അതൊന്നും അവന് സന്തോഷമോ സമാധാനമോ ദൈവീയ കൃപയോ പ്രാപിപ്പാൻ ഇടയാക്കുകയില്ല. അതുകൊണ്ട് ലോകാനുസരണമായിട്ട് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നാശത്തിൻ്റെ വക്കിലേക്കും നിത്യജീവനു വേണ്ടി പ്രതീക്ഷ വെക്കുന്ന വ്യക്തികൾ ദൈവീയമായ വെളിച്ചത്തിലും നീതിബോധത്തിലും കരുണയിലും വിശ്വസ്തയിലും ഒക്കെ അനുസരണത്തിലുമൊക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ പോകും. അവരെ ഇഹത്തിൽ വിട്ടുകഴിഞ്ഞാൽ ദൈവത്തോട് ഒന്നുചേരുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ അവർ പ്രാപിക്കും. അത് ദൈവീക വാഗ്ദത്തമാണ്, മനുഷ്യൻ്റെ വാഗ്ദത്തമല്ല. മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു വിലയുമില്ല. പക്ഷെ ദൈവീയ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാനും തങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതിജീവിപ്പാൻ തക്കവണ്ണം ഉള്ള മനക്കരുത്ത് നേടുകയും വേണം. അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.